രാവിലെ തന്നെ പങ്കന്റെ തീറ്റ വാങ്ങാൻ നമ്മൾ അംഗൻവാടിയിൽ പോവാൻ കേട്ടോ. അപ്പം ഇന്നലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഉറക്കക്ഷീണവും കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഗായ്സ് എൻ്റെ കുറച്ച് വീഡിയോസൊന്നും യൂട്യൂബിൽ അധികമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവില്ല. എങ്കിലും ഞാൻ പരമാവധി വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കൊന്നും വേണ്ട, ഇഷ്ടംപോലെ വീഡിയോസ് ഓൺ ദ വേ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അംഗൻവാടീൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അംഗൻവാടീൻ്റെ മുമ്പിൽ എത്തിയിട്ട് ഞാനാണ് ഷോ ഇട്ടുകൊണ്ടിരിക്കുന്നത് പൈങ്കിളിക്ക് പകരം കേട്ടോ ഗായ്സ്. അപ്പം മുണ്ടുകാല ചുറ്റിയിട്ട് അതാ ചെരുപ്പും തെറിച്ചു പോയി. അപ്പം നമ്മളിനിയിപ്പോൾ അങ്ങനെ തീറ്റ വാങ്ങാൻ വേണ്ടി അംഗൻവാടീൻ്റെ അകത്തേക്ക് കയറിപ്പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അപ്പം എന്തൊക്കെയൊക്കെയോ അപ്പോഴത്തെ ഒരു ഇതിന് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നും പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കാര്യമാക്കണം ഗൈസ്, ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. അപ്പോൾ പൈങ്കിളി നമ്മുടെ ഷോപ്പറും പിടിച്ച് അംഗൻവാടീൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ നമ്മുടെ ചേച്ചി എന്ത് ചെയ്യാണ്, പങ്കൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതി സൈനൊക്കെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടെ കുറേ വാവന്മാർ നമ്മുടെ ക്യാമറ കണ്ടിട്ട് ഓടിച്ചാടി കളിക്കുന്നു വരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എടാ നിൻ്റെ അമ്മയാടാ വന്നേ, അല്ലടാ എൻ്റെ അമ്മയാടാ വന്നെന്നൊക്കെ പറഞ്ഞ് പിള്ളേരുടെ പാരൻസ് വന്നോന്ന് ഓർത്ത് കൊച്ചുങ്ങളൊക്കെ ഓടി വരുന്നുണ്ടായിരുന്നേ. അങ്ങനെ പങ്ങനെ തീറ്റ കിട്ടിയിട്ടുണ്ട്. തീറ്റ കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ അപ്പോൾ തീറ്റ 1 by 1 ആയിട്ട് ഷോപ്പറിലേക്ക് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ ഗായ്സ്. അപ്പം നമ്മളിന്ന് എന്ത് ചെയ്യാൻ പോകണം, വീട്ടിൽ പോകാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇപ്പം അങ്ങനെ ഷോപ്പറും കൊണ്ട് പൈകളി പമ്പരം കറങ്ങി ഞാൻ എന്ന് പറഞ്ഞ പൈകളി പമ്പരം പോലെ ഷോപ്പറും പിടിച്ച് കറങ്ങുവാണ് കേട്ടോ ഗായ്സ്. ഭയങ്കര വെയിലാണ് കേട്ടോ, വേനൽക്കാലം അല്ലെങ്കിലും ഭയങ്കര വെയിലാണ്. എന്നിട്ട് പൈകളി വെയിലത്ത് ഷോപ്പറും തൂക്കി നടന്നു പോവാ. കുടയെടുത്തിട്ട് പോലും കൊച്ചു കുടേൻ്റെ അടിക്ക് വരാതെ കൊച്ചു ഷോപ്പറും തൂക്കി നടന്നു. അപ്പോൾ കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ട്, കൊച്ചിൻ്റെ കയ്യിൽ ഷോപ്പർ പിടിക്കാൻ കൊടുത്തതിൻ്റെ ദേഷ്യത്തിനാണ് കൊച്ചു ഷോപ്പറും തൂക്കി നടക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കൊച്ചിൻ്റെ അടുത്ത് ഞാൻ ഷോപ്പർ വാങ്ങി പിടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ഷോപ്പറൊക്കെ ഇങ്ങനെ എളിയിലൊക്കെ വെച്ച് നമ്മുടെ മുണ്ടൊക്കെ മടക്കി അങ്ങ് കുത്തിയില്ലേ. എന്നിട്ട് എന്ത് ചെയ്തു, മടക്കി കുത്തി ഞാനങ്ങ് നടക്കാൻ വേണ്ടി പോകണം. പക്ഷെ മടക്കി കുത്തിയപ്പോൾ എന്തായി, മുണ്ടെൻ്റെ നെഞ്ചത്താണ് കയറിയിരുന്നത്. പക്ഷേ എനിക്ക് ദേഷ്യം വന്നു കേട്ടോ. കാരണം മുണ്ടിന് ആവശ്യമുള്ള സമയത്തൊക്കെ മുണ്ട് ചെറുതാവും, അല്ലാത്തപ്പൊക്കെ വലുതായി തട്ടി വീഴാനും പോകും. അതാണ് മുണ്ടിൻ്റെ അവസ്ഥ. എന്തൊക്കെയായാലും മുണ്ട് ശരിയാക്കാൻ ഞാൻ കാലം കൊണ്ടൊക്കെ കുറേ ശ്രമിച്ചു, എങ്കിലും മുണ്ട് ശരിയായില്ല. പിന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും കാണിക്കുന്ന ഓർത്ത് എന്താക്കി നടന്നു. പക്ഷേ മുണ്ട് നമുക്ക് മടക്കി കുത്തി നടക്കാൻ പറ്റില്ല, കാരണം വെയിൽ നമ്മുടെ കാലിലേക്ക് അടിച്ച് നമ്മുടെ കാർ തീരുമാനമാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഷോപ്പർ പിടിപ്പിച്ചതിന് ഭയങ്കര മുഖം വീർപ്പിച്ചുകൊണ്ട് നടന്നു വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഞാനും അവറ്റെ മാറി പിടിച്ചായിരുന്നു. കൊച്ചിന് ഇച്ചിരി നേരം ഒന്ന് ഷോപ്പർ പിടിക്കുമ്പോഴേക്കും കൊച്ചിന് അങ്ങോട്ട് ദേഷ്യപ്പെട്ട് കൊച്ചങ്ങോട്ട് മുഖമൊക്കെ വീർപ്പിച്ചതേ നടപ്പാണ് കേട്ടോ. പക്ഷെ ക്യാമറയില ഒന്നും കൊച്ചു കാണിച്ചിട്ടില്ല. കൊച്ചിന് പേടിയാണ്. പക്ഷേ ഗായ്സ് ഇവിടെ പൈകിളിനെ കൊന്നോണ്ടിരിക്കുവാണ് ഗായ്സ്. അപ്പൊ വീട്ടിലെത്തിയിട്ടുണ്ട്, വേഗം വീട്ടിൽ കയറിക്കോട്ടെ, അല്ലെ പൈകിളിനെ കൊല്ലും. നെക്സ്റ്റ്